എല്ലാവർക്കും നമസ്കാരം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു രീതിയിൽ ഡാറ്റാ സ്ട്രക്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ എന്താണ് ഡാറ്റാ സ്ട്രക്ചർ എന്നും എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു. ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ വളരെയധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്, ഒരു സബ്ജക്റ്റാണ് ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡിസൈനിൽ ഡാറ്റാ സ്ട്രക്ചറിൻ്റെ പങ്ക് എന്താണെന്ന് വളരെ ചെറിയ രീതിയിൽ ഞാനൊന്ന് പറയുകയുണ്ടായി. അത് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. എന്നാലും സ്ലൈഡ് വെച്ച് ഒന്നും കൂടി ഒരു ഓവർവ്യൂ പറയാം. ഓക്കെ, ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ലോജിക്കൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ഓഫ് ഡാറ്റ. അപ്പം നമ്മൾ അറിയാം, ഇപ്പോൾ array is a collection of homogeneous elements അല്ലെങ്കിൽ സിമിലർ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ആ സമയം സ്ട്രക്ചർ, യൂണിയൻ, അതൊക്കെ കളക്ഷൻ ഓഫ് ഡിസിമിലർ അല്ലെങ്കിൽ ഹെട്രോജീനിയസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയുകയാണെങ്കിലും ചില കാര്യങ്ങൾ ഫിസിക്കലി റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കാം ആ എലമെൻറ്റ്സ് ഒക്കെ തമ്മിൽ. ഇപ്പോൾ അറേ നോക്കുകയാണെങ്കിൽ അറേയിലത്തെ എലമെൻറ്റ്സ് എല്ലാം ഫിസിക്കലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് മെമ്മറിയിൽ സേവ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ബാക്കിയുള്ളവരുടെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കണ്ടിന്യൂസ് ലൊക്കേഷനാണെന്ന് പറയാൻ സാധിക്കില്ല. ഒരു വേരിയബിൾ എ ബി, രണ്ട് വേരിയബിൾ ഒരുമിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്താലും എ എന്നുള്ളതിന് ചിലപ്പോൾ 1000 എന്നുള്ള അഡ്രസ്സിലായിരിക്കാം, ബി എന്നുള്ളത് ചിലപ്പോൾ 5000 ചിലപ്പോൾ 10 പിന്നെ ചിലപ്പോൾ 20 ഒക്കെ ആയിരിക്കാം. ഓക്കെ, അതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്ട്രാറ്റജിയാണ്. എവിടെയാണ് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കും എങ്ങനെയാണ് മെമ്മറി മാനേജ്മെൻറ്റ് നടക്കുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ്, എവിടെയാണ് വേരിയബിൾ വെക്കേണ്ടത്, എവിടെയാണ് അതിനുള്ള സ്ഥലമുള്ളത്, അതെങ്ങനെയാണ് ആ സ്ഥലം കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള സ്ട്രാറ്റജി ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അസൈൻ ചെയ്യും ഏത് വേരിയബിളിന് ഏത് ലൊക്കേഷൻ വേണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ഡാറ്റാ സ്ട്രക്ചർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞു, കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് തന്നെയാണ്. അതായത് ഡാറ്റ, അതായത് പ്ലൂറലാണ്, മൾട്ടിപ്പിൾ ഡേറ്റനെ നമ്മളെങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി അവരെ കണക്ട് ചെയ്യുക എന്നുള്ളതല്ല. അവരുടെ ലൊക്കേഷൻ എവിടെ തന്നെ ആയാലും, അല്ലെങ്കിൽ ഫിസിക്കലി അവർ തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിലും അവരെ എങ്ങനെ നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന് അനുയോജ്യമായ രീതിയിൽ, പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, വളരെ സിമ്പിളായി പറഞ്ഞാൽ ഈ ഡാറ്റാ സ്ട്രക്ചറിലുള്ള ഡാറ്റ അല്ലേ, ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഡാറ്റയെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പലതരത്തിലുള്ള രീതികളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ രീതികൾ നമ്മൾ അവലംബിക്കുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ലൊക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും അതിൽ പ്രാധാന്യം അർഹിക്കുന്നില്ല. ഓക്കെ, അതിൽ എങ്ങനെയാണ് അത്രയും ഡേറ്റ, ഒന്നിൽ കൂടുതൽ ഡേറ്റ ഉണ്ടാവും, ആ ഡേറ്റ എങ്ങനെയാണ് ആ പ്രോഗ്രാമിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം നന്നായിട്ട് വർക്ക് ചെയ്യാൻ, എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഏത് രീതിയിൽ ഓർഗനൈസ് ചെയ്യണം. അത് ലോജിക്കൽ കണക്ഷൻ മാത്രമാണ്, ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, ചിലതിൽ ഫിസിക്കൽ കണക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ അറേ പോലുള്ള ഡാറ്റാ സ്ട്രക്ചേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ ഉണ്ട്, എന്നാൽ അങ്ങനെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ കാണാം, നിറയെ ഡാറ്റാ സ്ട്രക്ചേഴ്സ് നമ്മൾ കാണും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പല ഇംപ്ലിമെൻറ്റേഷനും ഉണ്ട്. അറേ ഇംപ്ലിമെൻറ്റേഷൻ നോർമലി അറേയും പോയിൻ്ററും വെച്ചുള്ള ഇംപ്ലിമെൻറ്റേഷൻസാണ് ഡാറ്റാ സ്ട്രക്ചേഴ്സിനെല്ലാം ഉള്ളത്. അതിലൊക്കെ നമുക്ക് കാണാം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, so in other words, a data structure is a way of organizing all data items that considers not only the elements stored but also their relationship to each other. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡാറ്റ സ്ട്രക്ചർ അഫക്ട്സ് ദ ഡിസൈൻ ഓഫ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് എ പ്രോഗ്രാമിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ലോജിക്കലായിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ വർക്കിംഗ് കൊണ്ടുള്ള എഫക്റ്റും ഓക്കെ നമുക്ക് പ്രോഗ്രാമിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഓക്കെ, പ്രോഗ്രാം ക്യാൻ ബി കമ്പോസ്ഡ് ഓഫ് അൽഗോരിതം ആൻഡ് ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, അൽഗോരിതം നമുക്കറിയാം ഇൻസ്ട്രക്ഷൻസാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസാണ്. ഇൻസ്ട്രക്ഷൻസ് മാത്രം എഴുതിയാൽ പോരാ, അത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡേറ്റ വേണം. ആ ഡേറ്റയാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറേ ആണെങ്കിൽ അറേ, സ്ട്രക്ചർ ആണെങ്കിൽ സ്ട്രക്ചർ, പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ്, ലീനിയർ, നോൺ ലീനിയർ കുറേ ഉണ്ട്.
ലീനിയറിൽ ലിങ്ക് ലിസ്റ്റ്, അറേ മീൻസ് സ്റ്റാക്ക്, ക്യൂ, നോൺ ലീനിയറിൽ ട്രീ, ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്, നമ്മുടെ ആ കോൺസെപ്റ്റിന് അൽഗോരിതത്തിന് യോജിച്ച രീതിയിലുള്ള അറേഞ്ച്മെൻ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, you know that algorithm is a step-by-step procedure to solve a particular problem. And that means algorithm is a set of instruction written to carry out certain tasks, and the data structure is a way of organizing data with their logical relationship retained. Okay, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. To develop a program of an algorithm, we should select an appropriate data structure for that algorithm. നമ്മൾ പറഞ്ഞത് നമുക്ക് ഏത് രീതിയിലാണ് അറേഞ്ച്മെൻറ്റ് വേണ്ടതെന്ന് നമ്മുടെ ആ പ്രോബ്ലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എല്ലാ പ്രോബ്ലത്തിനും ഒരേ തരത്തിലുള്ള ഡാറ്റാ സ്ട്രക്ചർ പറയുക, എല്ലാത്തിനും ഒരേ തന്നെ ഉപയോഗിക്കുക, അങ്ങനെയല്ല. നമ്മുടെ നീഡിനനുസരിച്ച് നമ്മുടെ ഡാറ്റാ സ്ട്രക്ചേഴ്സിനെ നമുക്ക് മാറ്റാം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ ഈ ഒരു ഡാറ്റാ സ്ട്രക്ചർ ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട്. നമുക്ക് കാണാം ഓരോ ഡാറ്റാ സ്ട്രക്ചറിനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ എന്തുകൊണ്ടാണ് ഇത് സ്യൂട്ടായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് വേറൊന്ന് സ്യൂട്ടായിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഡാറ്റാ സ്ട്രക്ചറിൻ്റെ ഡിവിഷൻസ് പ്രധാനമായിട്ട് 2 ഡിവിഷനാണ്: പ്രിമിറ്റീവ്, നോൺ പ്രിമിറ്റീവ്, അല്ലെങ്കിൽ ലീനിയർ, നോൺ ലീനിയർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇതിൽ പ്രിമിറ്റീവ്, നോൺ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് വേറൊരു ഡിവിഷനാണ്. ഓക്കെ, പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് നമുക്കറിയാം. നിങ്ങൾ പ്രിമിറ്റീവ് എന്നുള്ള ഈ വാക്ക് അല്ലെങ്കിൽ നോൺ പ്രിമിറ്റീവ് എന്നുള്ള വാക്ക് മുമ്പേ സി പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പ് പൈത്തൺ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രിമിറ്റീവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് എന്നായിരിക്കും നിങ്ങളവിടെ കേട്ടിട്ടുണ്ടായിരിക്കുക. ഡാറ്റ സ്ട്രക്ചർ എന്നായിരിക്കില്ല, ഡാറ്റ ടൈപ്പ് എന്നായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ വലിയ വ്യത്യാസമില്ല ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോഴും ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴും. അതായത് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഏത് തരത്തിലുള്ള എലമെൻ്റാണ് അതിൽ വരുന്നതെന്ന് മാത്രമാണ്. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ഡേറ്റ എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ അത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് തന്നെയാണ്. ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, പോയിൻ്റർ, നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെ തന്നെയാണ് നമ്മളിവിടെ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻറ്റിജർ വേരിയബിൾ, ഒരു ഇൻറ്റിജർ വേരിയബിളിൽ ഒരു വാല്യൂ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഡാറ്റ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ വരുന്നില്ല. ഡാറ്റം എന്നുള്ളതാണ് സിംഗുലറാണ് വരുന്നത്. ഫ്ലോട്ട്, ക്യാരക്ടർ, പോയിൻ്റർ, പക്ഷേ നമുക്ക് അറേ ഉപയോഗിച്ച് തന്നെയൊക്കെ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻറ്റിജർ അറേ, ഫ്ലോട്ട് അറേ, ക്യാരക്ടർ അറേ, പോയിൻ്റർ അറേയൊക്കെ പോയിൻ്ററും അറേയൊക്കെ രണ്ടും ഒരേ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പണ്ട് നമ്മുടെ CPP പഠിച്ചപ്പോൾ നമ്മൾ കാണുന്നുണ്ടായി എങ്ങനെയാണ് പോയിൻ്റർ ഉപയോഗിച്ച് നമ്മൾ അറേ ആക്സസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടായി. പോയിൻ്ററിൻ്റെ പേര് മാത്രം പറയുകയാണെങ്കിൽ അത് അറേയുടെ പേര് മാത്രം പറയുകയാണെങ്കിൽ അത് അറേയുടെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് എന്ന് പറയുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അഡ്രസ്സാണ് ഒരു പോയിൻ്ററിൻ്റെ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മൾ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോൺ പ്രിമിറ്റീവിലേക്ക് വരുമ്പോൾ നമുക്കതിനെ ലീനിയർ, നോൺ ലീനിയർ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ നോർമലി ഇപ്പോൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, പോയിൻ്റർ എന്നൊക്കെ പറയുന്നത് സിംഗിൾ വാല്യൂ മാത്രം, അത് ഡാറ്റ മാത്രം ഒന്ന് മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാറ്റ സ്ട്രക്ചറിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ, നോൺ ലീനിയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ 2 ഡിവിഷൻ ചോദിച്ചാൽ പ്രിമിറ്റീവ്, നോൺ പ്രിമിറ്റീവ് എന്ന് എഴുതണമെന്നില്ല. അല്ലെങ്കിൽ അത് എഴുതുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ലീനിയർ, നോൺ ലീനിയർ കൂടി എഴുതണം. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. അവിടെയാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡേറ്റം വരുന്നത് അല്ലേ. ഡേറ്റ എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ശീലമായി. ഓക്കെ, അപ്പോൾ ലീനിയർ, നോൺ ലീനിയർ എന്നുള്ള ആ 2 ഡിവിഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഡാറ്റ സ്ട്രക്ചറിന്. ഓക്കെ, അപ്പോൾ ലീനിയർ, ആ പേര് കേൾക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക്, ലീനിയർ അല്ലേ. നമ്മൾ എല്ലാത്തിനെയും മാത്സ് മുതൽ ഒക്കെ ലീനിയർ പ്രോഗ്രഷൻ അല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഒരു സിംഗിൾ ലൈനിൽ അല്ലേ, ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ പോകുന്ന ഒരു കാര്യത്തിനെ നമ്മൾ ലീനിയർ എന്ന് പറയും. എന്നാൽ സീക്വൻഷ്യൽ ഓർഡർ അല്ലാതെ
ഇപ്പോൾ സീക്വൻഷ്യൽ ഓർഡർ നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ആക്സിസിൽ മാത്രം, എക്സിൽ മാത്രം അല്ലെങ്കിൽ വൈയിൽ മാത്രം എന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ അത് എക്സിലും വൈയിലും ആവാം, അത് ഒരു പ്ലെയിനിൽ വരുന്ന രീതിയിൽ. ഓക്കെ, നോൺ ലീനിയർ. ഓക്കെ, ഞാൻ ജസ്റ്റ് നമുക്ക് ആ വാക്കുകളുടെ അർത്ഥം വെച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്. ഓക്കെ, അതിൽ ലീനിയറിൽ വരുന്ന കുറച്ച് എക്സാമ്പിളുകളാണ് അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ. ഓക്കെ, നോൺ ലീനിയറിൽ ഗ്രാഫ്, ട്രീ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പരിചിതമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അറേ എന്നുള്ളതാണ് അല്ലേ. ലീനിയർ ലിസ്റ്റിൽ, ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ ഒരു എക്സാമ്പിളായിട്ട് വരുന്നതാണ് അറേ എന്നുള്ളത്. അറേ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. നമ്മൾ ഇത്രയും കാലം തന്നെ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരുന്നില്ല, ഡാറ്റ ടൈപ്പ് എന്നും പറഞ്ഞിരുന്നില്ല, ഡാറ്റ ടൈപ്പ്, സിമിലർ ഡാറ്റ ടൈപ്സിൻ്റെ കളക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി നമുക്കതിനെ എന്ത് പറയാം, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം. അതൊരു തരത്തിലുള്ള ഓർഗനൈസേഷൻ തന്നെയാണ്. അത് നമുക്ക് ലോജിക്കൽ മാത്രമല്ല, ഏറെക്കുറെ ഫിസിക്കലായിട്ടുള്ളൊരു കണക്ഷനും കൂടി തരുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർ ടൈപ്പിലുള്ള വാല്യൂ ആണ്. നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാറ്റ സ്ട്രക്ചറിലെല്ലാം സിമിലർ ടൈപ്പ് ഓഫ് വാല്യൂസ് തന്നെയാണ് നമ്മൾ വെക്കാറ്. ഓക്കെ, കാരണം ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കേണ്ട ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് സിമിലർ ആയിട്ടുള്ള വാല്യൂസിനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സോർട്ടിങ് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, സോർട്ടിങ്ങിൽ നമ്മൾ തരുകയാണെങ്കിൽ എല്ലാം ഒരേ വാല്യൂസാണ്, ഒരേപോലത്തെ വാല്യൂസ് തരിക. ഓക്കെ, അല്ലാതെ ടൈപ്പ്, നമ്മുടെ ഡാറ്റ ടൈപ്പ് മിക്സ് ചെയ്ത് നമ്മൾ ഒരിക്കലും തരില്ല. ഓക്കെ, ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ നോർമൽ ഇൻറ്റീജർ വാല്യൂസിൻ്റെ സോർട്ടിങ്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആണെങ്കിൽ അതിൻ്റെ അങ്ങനെ, അല്ലെങ്കിൽ ക്യാരക്ടർ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, സ്ട്രിങ് ആണെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഡിസിമിലർ ടൈപ്പ് വാല്യൂസിൻ്റെ അതിലൊരു സോർട്ടിങ്ങിനെ പറ്റിയിട്ടല്ല. അതിപ്പോൾ ഇൻറ്റിജറും ഫ്ലോട്ടിംഗ് പോയിൻറ്റും ആണെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ക്യാരക്ടറും കൂടി വരികയാണെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെ കമ്പാരിസൺ നടക്കില്ല. ഓക്കെ, അപ്പോൾ അതിന് വാലിഡിറ്റി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മിക്സപ്പ് ആയിട്ട് നമ്മൾ വാല്യൂസ് എടുക്കാറില്ല. ഓക്കെ, സിമിലർ ടൈപ്പ് ഓഫ് വാല്യൂസ് തന്നെയാണ് ഉണ്ടാവാറ്. ഓക്കെ, അതുകൊണ്ട് അറേ മാത്രം പോരെ എന്നൊരു സംശയം തോന്നാം, പക്ഷേ അറേ മാത്രം പോരാ, നമുക്ക് കാണാം എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. ഓക്കെ, സ്ട്രക്ചറിന് യൂണിയനൊന്നും ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഓക്കെ, കാരണം ഇത് വെറുതെ എങ്ങനെയാലും കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ സ്റ്റാക്ക്, ഇപ്പോൾ നമ്മൾ ലീനിയർ ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അറേ ആണെങ്കിലും ലിങ്ക് ലിസ്റ്റ് ആണെങ്കിലും സ്റ്റാക്ക് ആണെങ്കിലും ക്യൂ ആണെങ്കിലും എല്ലാം ഒരേ ടൈപ്പ് ഓഫ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് മുമ്പേ അറിയാവുന്നത് ഒരേപോലെ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ അറേയും ഡിസിമിലർ ടൈപ്പിനെ സ്ട്രക്ചറും അല്ലെങ്കിൽ യൂണിയൻ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഓക്കെ, ആ കാര്യത്തിൽ തന്നെ അറേ മാത്രമല്ല, അറേ അല്ലാതെ നമുക്ക് വേറെയും ക്രിയേറ്റ് ചെയ്യാം. ലിങ്ക് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ അറേ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉപയോഗം നടക്കില്ല. ചിലപ്പോൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ സ്റ്റാക്ക് ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ ക്യൂ ഉപയോഗിക്കേണ്ടി വരും. നമുക്കതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നിറയെ കാണാം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ആപ്ലിക്കേഷന് അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ്, നമ്മുടെ പ്രോബ്ലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഏത് ഡാറ്റ സ്ട്രക്ചറാണ് വേണ്ടത് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അറേ അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ഗ്രാഫ്, ട്രീ, ഇതിലെല്ലാം സിമിലർ ടൈപ്പ് ഓഫ് വാല്യൂസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പ്രിമിറ്റീവ്, ദർ ആർ ബേസിക് സ്ട്രക്ചേഴ്സ് ആൻഡ് ഡയറക്റ്റ്ലി ഓപ്പറേറ്റഡ് അപ്പോൺ ബൈ ദ മെഷീൻ ഇൻസ്ട്രക്ഷൻ. നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നേരിട്ട് ലഭിക്കുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇൻ ജനറൽ ദർ ആർ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് ഓൺ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ്. ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിൻ്റ്, ക്യാരക്ടർ, സ്ട്രിങ്, പോയിൻറ്റേഴ്സ്, അതെല്ലാം അതിൽ വരുന്നു. ഓക്കെ, നോൺ പ്രിമിറ്റീവിൽ അവരെയാണ് നമുക്ക് ശരിക്കും ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. നമ്മൾ അറേ അതുപോലെ സ്ട്രക്ചർ എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ കണ്ടപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്: പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, പിന്നെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, യൂസർ ഡിഫൈനിൽ ടൈപ്പ് ഡെഫും മെനു നമുക്ക് വരുന്നു. ഓക്കെ, അത് നമുക്ക് ഇവിടെ വിഷയമല്ല. അപ്പോൾ അറേനെയും സ്ട്രക്ചറിനൊക്കെ നമ്മൾ പറഞ്ഞത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ളൊരു പേര് കൊടുക്കുകയാണ്, ഡാറ്റ സ്ട്രക്ചർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, non-primitive data structures emphasis on structuring of a group of homogeneous or heterogeneous data elements. നോർമലി നമ്മൾ ഹോമോജീനിയസ് എലമെൻറ്റ്സ് ആണ് എല്ലാത്തിലും കാണുക. ഹെട്രോജീനിയസ് വളരെ
റയർ ആയിരിക്കും. ഓക്കെ, നമ്മൾ കണ്ടു ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഗ്രാഫ്, അതൊക്കെ നമ്മുടെ നോൺ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാ സ്ട്രക്ചേഴ്സിന് എക്സാമ്പിളാണ്. ദ ഡിസൈൻ ഓഫ് എൻ എഫിഷ്യൻറ്റ് ഡാറ്റ സ്ട്രക്ചർ മസ്റ്റ് ടേക്ക് ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ് ഓൺ ദ ഡാറ്റാ സ്ട്രക്ചർ. ഓക്കെ, വളരെ സെലക്റ്റീവായിട്ട് വേണം നമുക്ക് ഏതാ ഡാറ്റാ സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കാൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞതിൽ അറേ, അതുപോലെ പോയിൻ്റർ എന്നൊരു കോൺസെപ്റ്റുകൾ മാത്രമേ നമുക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ളൂ. ബാക്കി പറഞ്ഞിട്ടുള്ള ലിങ്ക് ലിസ്റ്റ് ആണെങ്കിലും, സ്റ്റാക്ക് ആണെങ്കിലും, ക്യൂ ആണെങ്കിലും, ട്രീ ആണെങ്കിലും, ഗ്രാഫ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ രണ്ട് കോൺസെപ്റ്റ് ഉപയോഗിച്ച് അറേയും അതേപോലെ പോയിൻറ്റേഴ്സും ഉപയോഗിച്ചിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നോൺ പ്രിമിറ്റീവിൽ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓപ്പറേഷൻ ഓൺ ഡാറ്റ സ്ട്രക്ചർ, നമ്മൾ സാധാരണ നമുക്കറിയാം ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, അതിനെ ഉപയോഗിക്കുക, വേണ്ടെങ്കിൽ അതിനെ കളയുക. ഓക്കെ, അപ്പോൾ ആ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഏതൊരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോഴും ഈ 3 കാര്യങ്ങളാണ് പ്രധാനം. എങ്ങനെയാണ് വാല്യൂവിലേക്ക് വയ്ക്കുക, എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുക, എങ്ങനെയാണ് അതിനെ കളയുക. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് പ്രധാനം. ഓക്കെ, പിന്നെ അതിൽ ചെയ്യാൻ പറ്റുന്ന വേറെയും ഓപ്പറേഷൻസ് നമുക്ക് കാണാം. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, ഓക്കെ, സെർച്ച് ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു. മെർജ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്ട്രോയ് ഓർ ഡിലീറ്റ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം നിർബന്ധമായിട്ട് വരുന്നതല്ല. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച്, ചിലതിൽ സോർട്ടിങ് വരാം, ചിലതിൽ മെർജിങ് നമുക്ക് ഉപയോഗിക്കാം, ചിലതിൽ നമുക്ക് സെർച്ചിങ് എളുപ്പമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, ബാക്കി അപ്പോൾ നമുക്ക് ബേസിക്കലി ഉള്ളത് ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വാല്യൂ വയ്ക്കുന്നു, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതിനെ ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ള ഓപ്പറേഷൻസാണ് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, പ്രധാനമായിട്ട് വയ്ക്കുന്നു, എടുക്കുന്നു എന്നുള്ള 2 ഓക്കെ, പിന്നെ ഡിഫറൻസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടത്. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ഈസ് ജനറലി എ ബേസിക് ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഈസ് യൂഷ്വലി ബിൽറ്റ് ഇൻ ദ ലാംഗ്വേജ്. അല്ലേ, ലാംഗ്വേജിൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രിമിറ്റീവ്. നോൺ പ്രിമിറ്റീവ് നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ഈസ് ബിൽറ്റ് ഔട്ട് ഓഫ് primitive data structures linked together in meaningful ways such as ലിങ്ക് ലിസ്റ്റ്, ബൈനറി സെർച്ച് ട്രീ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പേര് കേട്ടിട്ടൊന്നും പഠിക്കേണ്ട, വളരെ എളുപ്പമുള്ള കോൺസെപ്റ്റുകളാണ്. ഇതിലെല്ലാം നമുക്ക് പഠിക്കാനില്ല. AVL ട്രീ ഒന്നും നമുക്ക് വരുന്നില്ല. ലിങ്ക് ലിസ്റ്റ്, ബൈനറി സെർച്ച് ട്രീ വരുന്നുണ്ട്, ഗ്രാഫ് വരുന്നുണ്ട്. ഓക്കെ, വളരെ എളുപ്പമുള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ്. ഓക്കെ, അറേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. Array is defined as a set of finite number of homogeneous elements or same data items. അറിയാം നമുക്ക്. It means an array can contain one type of data only, either all integer, all floating point or all character. അത് നമുക്ക് അറിയുന്ന പോയിന്റുകളാണ്. ഓക്കെ, സിംപ്ലി ഡിക്ലറേഷൻ ഓഫ് അറേ നമുക്കറിയാം. നോർമലി നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്ന നോർമൽ ഡിക്ലറേഷൻ. ഇപ്പോൾ സി ആണെങ്കിൽ സിൻടാക്സ് നോക്കുകയാണെങ്കിൽ C++ ആണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റാറ്റിക്കിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറേയുടെ ഡിക്ലറേഷൻ ഇങ്ങനെയാണ്. ഡാറ്റ ടൈപ്പ് പറയുന്നു, അറേയുടെ പേര് പറയുന്നു, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സൈസ് പറയുന്നു. ഓക്കെ, ഇതൊക്കെ സ്കിപ്പ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഫോളോയിങ് ആർ സം ഓഫ് ദ കോൺസെപ്റ്റ്സ് ടു ബി remembered about arrays. The individual element of an array can be accessed by specifying name of the array പറ്റും, followed by the index or subscript inside square bracket. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എങ്ങനെയാണ് അറേയിലേക്ക് വാല്യൂ വയ്ക്കുന്നത്, എടുക്കുന്നതൊക്കെ നമുക്കറിയാം. ദ എലമെൻറ്റ്, ഇതൊരു കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എലമെൻറ്റ്സ് ഓഫ് എൻ അറേ വിൽ ഓൾവേസ് ബി സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ. ഫിസിക്കലായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ലൊക്കേഷനിലാണ് അറേ. അപ്പോൾ അറേയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഫിസിക്കലി സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ലോജിക്കലി നമ്മൾ ചെയ്യുന്നതാണ്. അതായത് അറേയും അല്ലെങ്കിൽ പോയിൻ്ററും ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എൻ അറേ, ദാറ്റ് ഈസ് സൈസ് ഓഫ് ദി അറേ. നമുക്കറിയാം അല്ലേ, -1 ആണ്. ഇത് നമുക്കറിയാം അപ്പർ ബൗണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ 10 എന്നാണെങ്കിൽ 10 മൈനസ്
ലോവർ ബൗണ്ട്. ഓക്കെ, എത്രയാണ്? അത് +1 ആയിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ഇപ്പോഴത്തെ അറേയിൽ നമുക്ക് 0 മുതൽ 9 വരെയാണ്. 10 ആണ് നമ്മുടെ സൈസ് ഉള്ളത്. അപ്പോൾ 0 മുതൽ 9 വരെയാണ് നമ്മുടെ ലൊക്കേഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ലോവർ ബൗണ്ട് 0 ആണ്, അപ്പർ ബൗണ്ട് 9 ആണ്. 9 - 0 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 + 1 10. ഓക്കെ, അതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. താഴെ പറഞ്ഞിട്ടുണ്ട്. array can always be read or written through loop ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. it require one loop for reading and another for writing the array. ഓക്കെ, അപ്പോൾ അറേയുടെ ബേസിക് സിൻടാക്സ് സിയുടെ സിൻടാക്സാണ് കാണിച്ചിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല നമ്മുടെ C++ ആണെങ്കിലും. ഓക്കെ, കാരണം സ്കാൻഎഫ് പ്രിൻ്റ്എഫ് മാത്രം മാറ്റി സിന്ന് സി ഔട്ട് വെക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, 2 dimensional array ഉപയോഗിക്കുകയാണെങ്കിൽ 2 ലൂപ്പുകൾ, അതായത് ഒരു ലൂപ്പിനുള്ളിൽ വേറെ ലൂപ്പ് വരും, നെസ്റ്റഡ് ലൂപ്പ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അറേ ഉപയോഗിച്ച് ചെയ്യാറുള്ളത് അറേ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് വാല്യൂസ് റീഡ് ചെയ്യുന്നു, അതിനെ ഉപയോഗിക്കുന്നു. ഓക്കെ, പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. മാറ്റങ്ങളോടുകൂടി വെക്കാം. ഇപ്പോൾ സോർട്ട് ചെയ്യുകയാണ് എങ്കിൽ അത് മാറ്റങ്ങൾ വരും അല്ലേ. നമ്മുടെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മുടെ അതിലത്തെ എലമെൻറ്റുകളെ സോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിലത്തെ വാല്യൂസിന് പൊസിഷന് മാറ്റം വരും. ഓക്കെ, ട്രാവേഴ്സിങ് ഉദ്ദേശിക്കുന്നത് നമ്മളതിനെ വിസിറ്റ് ചെയ്ത് പോകും. ശരിക്കും ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി വൺസ് എല്ലാ പൊസിഷനിലും അല്ലെങ്കിൽ എല്ലാ എലമെൻറ്റ്സിനെയും വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക, ആക്സസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അറേസിൽ ഇൻസെർഷൻ ഓഫ് ന്യൂ എലമെൻറ്റ് നമുക്കറിയാം. അങ്ങനെ ഒരു ഓപ്പറേഷൻ പറ്റും, ഡിലീഷൻ പറ്റും, മോഡിഫിക്കേഷൻ പറ്റും, മെർജിങ് എന്ന് പറഞ്ഞാൽ 2 അറേനെ നമുക്ക് കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് ലോജിക്കലായിട്ടുള്ള ഡിവിഷനും ലോജിക്കലായിട്ടുള്ള മെർജിങ്ങും നമ്മളിപ്പോൾ പഠിക്കും. മെർജ് സോർട്ട്, അതുപോലെ ക്വിക്ക് സോർട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ലോജിക്കലി ഡിവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ മെർജ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ അറേ ഉപയോഗിച്ച് നമ്മൾ അറേ എന്നുള്ളത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ഡാറ്റ സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ലിസ്റ്റ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ലിസ്റ്റ് എന്ന് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ലിസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഓർമ്മ വരാം അല്ലേ. പണ്ട് മുതൽ നമ്മൾ ആദ്യം എഴുതിയ ചിലപ്പോൾ ലിസ്റ്റ് കടയിൽ പോകുമ്പോൾ എഴുതിയ സാധനങ്ങളുടെ ലിസ്റ്റ് ആയിരിക്കും അല്ലേ. നോർമലി ആൺകുട്ടികളാകുമ്പോൾ അല്ലേ, ഒരു പ്രായം മുതൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അവരായിരിക്കും. അപ്പോൾ നോർമലി നമ്മൾ ആദ്യം പണ്ടൊന്നും നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവില്ല. ഇടയ്ക്കാലത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ കുറച്ചധികം സാധനങ്ങളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിസ്റ്റ് എഴുതും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ നമ്പർ ഇട്ട് എഴുതും, 1 2 3, അല്ലെങ്കിൽ വെറുതെ നമ്മൾ എഴുതി വയ്ക്കും. അതിൽ ഓർഡറിന് പ്രാധാന്യം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കാര്യം മറന്നുപോയി കുറച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് അമ്മയ്ക്ക് ഓർമ്മ അല്ലെങ്കിൽ അച്ഛൻ ഓർമ്മ എന്നപ്പോൾ അച്ഛൻ പറയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം എഴുതും. ഓക്കെ, നമ്മളിവിടെ പറയുന്ന ലിസ്റ്റിന് അങ്ങനെ ഒരു ഏത് തോന്നിയ രീതിയിൽ നമുക്ക് വാല്യൂസിനെ വയ്ക്കാൻ സാധിക്കില്ല. അതായത് കൃത്യമായൊരു ഓർഡറിൽ വാല്യൂസിനെ സേവ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു സീക്വൻഷ്യലായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, അത് ലോജിക്കലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ ആയിക്കോട്ടെ, എലമെൻറ്റ്സ് വൺ ആഫ്റ്റർ അനദർ എന്ന രീതിയിൽ അതിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റിൽ ഇപ്പോൾ 1 എന്ന് പറയുന്നൊരു എലമെൻറ്റ് ആദ്യത്തെ പൊസിഷനിൽ ഉണ്ടായിരിക്കാം. മീൻസ് 1 എന്നുള്ള പൊസിഷനിൽ ഒരു എലമെൻറ്റ് ഉണ്ടായിരിക്കാം, 2 എന്നുള്ളതിൽ അടുത്തതുണ്ടായിരിക്കാം, 3 എന്നുള്ളതിൽ അടുത്തതുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വേറൊരു എലമെൻറ്റ് ഫോർത്ത് എലമെൻറ്റ് വരികയാണ്. പക്ഷേ അതിന് ആദ്യത്തെ പൊസിഷനിലേക്ക് വരണം എങ്കിൽ എന്ത് ചെയ്യണം, ആ എലമെൻറ്റിനെ ആദ്യത്തെ പൊസിഷനിൽ വെക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നേരത്തെ 3 ആയിരുന്നത് 4 ആവും, നേരത്തെ 2 ആയിരുന്നത് 3 ആവും, നേരത്തെ 1 ആയിരുന്നത് 2 ആയിരിക്കും. അപ്പോഴാണ് ആ 1 എന്നുള്ള പൊസിഷൻ വേക്കൻ്റായി 4ാമത്തെ എലമെൻറ്റ് ആ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഗതി. നമ്മൾ എന്തെങ്കിലും നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പേപ്പറിൽ എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ തന്നെ പേപ്പറിൽ എഴുതുന്നതോ അല്ലെങ്കിൽ പ്രോഗ്രാം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതോ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം ചോദിച്ചാൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നതാണ്. കാരണം പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ ഇടയിലൊരു എലമെൻറ്റിനെ ഒരു ഇൻസ്ട്രക്ഷനെ ചേർക്കേണ്ടി വരും. ഇടയ്ക്കുള്ള നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ടാകും, നമുക്ക് ഇടയ്ക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം വരാം.
അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പേപ്പറിൽ എഴുതുന്നത് അത്ര സുഖകരമല്ല. കാരണം നമ്മൾ തുടർച്ചയായിട്ട് എഴുതി 5 ലൈൻ എഴുതി അപ്പോഴാണ് ഓർത്തതോ രണ്ടാമത്തെ ലൈൻ കഴിഞ്ഞ് മൂന്നാമത്തെ ലൈൻ വേറെയാണ് വരേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോഴുള്ള മൂന്നാമത്തെ ലൈൻ വെട്ടണം, അല്ലെങ്കിൽ അതിനെ തൊട്ട് താഴത്തേക്ക് ഇറക്കണം. പക്ഷേ പേപ്പറിലാകുമ്പോൾ നമുക്ക് അതിനെ താഴത്തേക്ക് ഇറക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാം മാച്ചിട്ട് വീണ്ടും നമ്മൾ ആദ്യം എഴുതേണ്ട അവസ്ഥയാണ്. എന്നാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. സെക്കൻഡ് ലൈനിൽ പോയി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ തേർഡ് ലൈൻ മുതലുള്ള താഴത്തേക്ക് പോയി മാറിയിട്ടുണ്ടാവും. തേർഡ് ലൈൻ ഫ്രീ ആയി കിടക്കുന്നുണ്ടാവും. നമുക്ക് അവിടെ പുതിയൊരു ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്ത് ചേർക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ളൊരു ഓർഗനൈസേഷനാണ് നമ്മൾ ലിസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഒരു ഫയലിൽ ടൈപ്പ് ചെയ്യുന്നത് പോലെ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരു നല്ലൊരു ഓർഗനൈസേഷനാണല്ലോ അല്ലേ? പല ഡാറ്റയുണ്ട്. അപ്പോൾ ആ ഡാറ്റേനെ എങ്ങനെയാണ് നമ്മളവിടെ ഓർഗനൈസ് ചെയ്യുന്നു? ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ കൃത്യമായ ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ. അല്ലാതെ നമുക്ക് അവസാനം എഴുതേണ്ട കാര്യം ആദ്യം എഴുതല്ല. ഓക്കെ, കൃത്യമായൊരു ഓർഡറിലാണ് നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിസ്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞു ഏതൊരു ഡാറ്റ സ്ട്രക്ചറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അറേ ഉപയോഗിച്ച് ചെയ്യാം, പോയിൻ്റർ ഉപയോഗിച്ച് ചെയ്യാം. പോയിൻ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ്, ഇതിൽ തന്നെയുള്ള പേര് തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രണ്ട് രീതിയിൽ നമുക്ക് ഏതൊരു ഡാറ്റ സ്ട്രക്ചറിനെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അവൈലബിൾ ആയിട്ട് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കസ്റ്റംലി ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് വേണം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഫയലിലാണെങ്കിൽ അത് കൃത്യമായ നല്ലൊരു ലിസ്റ്റിംഗ് ആണ്. ആദ്യത്തെ ലൈൻ, രണ്ടാമത്തെ ലൈൻ, മൂന്നാമത്തെ ലൈൻ എന്ന രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇടയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ഥലം നഷ്ടപ്പെടുന്നില്ല. താഴെയുള്ളത് താഴത്തേക്ക് വരും, അല്ലെങ്കിൽ മുകളിലേക്ക് കയറുകയോ ചെയ്യും. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുമ്പോൾ താഴേക്ക് വരാം, ഡിലീറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഓർഗനൈസേഷനാണ് നമ്മൾ സാധാരണ ഒരു ഫയലിൽ പ്രോഗ്രാം എഴുതുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോഴോ ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ വേർഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എറർ ഇടയിൽ വരുമ്പോൾ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പോൾ അതിനെ തന്നെ നമുക്ക് ഒരു ഡാറ്റ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അവിടെ ഇപ്പോൾ ഒരു ഫയൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞതുപോലെ ഒരേ ടൈപ്പ് ഓഫ് വാല്യൂസ് തന്നെ വരണമെന്നില്ല. അതിൽ നമുക്ക് കീബോർഡിൽ പ്രിൻ്റബിൾ ആയിട്ടുള്ള ഏത് ക്യാരക്ടേഴ്സ് നമുക്കൊരു ഫയലിൽ നമുക്ക് റീഡ് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അപ്പോൾ അവിടെ ഹെട്രോജീനിയസ് എലമെൻസിൻ്റെ അല്ലെങ്കിൽ ഡാറ്റയുടെ ഒരു കളക്ഷനായി മാറും. ഓക്കെ, നോർമലി നമ്മൾ കാണുന്ന എക്സസൈസുകളിലൊന്നും നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സൊന്നും ഹെട്രോജീനിയസ് കളക്ഷനല്ല, ഹോമോജീനിയസ് തന്നെയാണ്. സിമിലർ ടൈപ്പ് ഓഫ് വാല്യൂസാണ് അതിൽ നോർമലി നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ വൈഡ് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹെട്രോജീനിയസും കാണാൻ സാധിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, അറേ ഉപയോഗിച്ചിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാം, പോയിൻ്റർ ഉപയോഗിച്ചിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അറേ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ നമുക്കുള്ളത് അറേ നമ്മൾ കാണാണ്ടായി. അറേ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കലി നമ്മളുടെ മെമ്മറി അലോക്കേഷൻ നോക്കുമ്പോൾ സ്റ്റാറ്റിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കൺസ്ട്രക്റ്റാണ് നമ്മുടെ അറേ എന്ന് പറയുന്നത്. അതായത് ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എലിമെൻറ്റ് മാത്രമേ അതിൽ 10 ഇൻറ്റിജേഴ്സിനെ മാത്രമേ നമുക്കതിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് 10 എലിമെൻറ്റ്സിനുള്ള പൊസിഷൻ അത്രയും സ്പേസ്. ഇപ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ 20 ബൈറ്റ്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള 20 ബൈറ്റ്സ് അതിൽ റിസർവ്ഡ് ആണ്. ഓക്കെ, അതിൽ വേറൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഒരു എലിമെൻറ്റേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 2 എലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നുള്ളൂ എങ്കിലും ബാക്കിയുള്ള അത്രയും പൊസിഷൻ വേക്കൻ്റ് ആയിട്ട് കിടക്കും നമ്മുടെ അറേയിൽ. അറേയും അപ്പോൾ ഡൈനാമിക്കും സ്റ്റാറ്റിക്കും ആയിട്ടുള്ള മെമ്മറി അലോക്കേഷൻ്റെ ആ വ്യത്യാസങ്ങളെല്ലാം അറേയും പോയിൻ്ററും ഇംപ്ലിമെൻറ്റേഷനിൽ വളരെ പ്രകടമാണ്. ഓക്കെ, well list linear linked list can be defined as a collection of variable number of data items. ഓക്കെ, അപ്പോൾ നമ്മുടെ അറേയിൽ നമുക്ക് മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? ഇപ്പോൾ എൻ്റെ എ ഓഫ് 10 എന്ന് പറയുകയാണെങ്കിൽ 10 എലമെൻറ്റ്സേ പറ്റുള്ളൂ. ഒരു എലമെൻ്റ് പറ്റും, ഒരു എലമെൻറ്റും ഇല്ലാതിരിക്കാം, ഒരു എലമെൻറ്റ് മാത്രം പറ്റും, 2 എലമെൻറ്റ് പറ്റും, 3 എലമെൻറ്റ് പറ്റും, അങ്ങനെ മാക്സിമം 10 എലമെൻറ്റ്സ് വരെ ആവാം. ഓക്കെ, അതിൽ കൂടുതലാവാൻ പറ്റില്ല. ഓക്കെ, അതിൽ കൂടുതലാവണമെങ്കിൽ നമുക്ക് അറേ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് പോയിൻ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കണം. ഓക്കെ, ഞാൻ പറയേണ്ടായി നിങ്ങളോട് കഴിഞ്ഞ സെമസ്റ്ററിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ വളരെ വലിയൊരു ഉപയോഗം നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ള ഈ സബ്ജക്റ്റിൽ വരുന്നുണ്ട് എന്ന്. ഓക്കെ,
അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ ലിസ്റ്റ് നമ്മൾ അറേ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ ലിസ്റ്റിന് ഇഷ്ടം പോലെ വലുതാവാനോ ചെറുതാവാനോ നിവൃത്തിയില്ല. അതായത് ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് വലുതാവാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഒരു അറേയിൽ നമ്മൾ വാല്യൂ ഉണ്ട്, ആദ്യത്തെ പൊസിഷനിൽ ഒരു 5 ഉണ്ട്, അടുത്ത പൊസിഷനിൽ ഒരു 10 ഉണ്ട്, അടുത്ത പൊസിഷനിൽ ഒരു 15 ഉണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിലൊന്നും ഇടയിൽ നിന്ന് എലമെൻസിനെ ഡിലീറ്റ് ചെയ്യുന്നൊരു പണി നമ്മൾ ചെയ്യാറില്ല, അല്ലേ? അപ്പോൾ എനിക്ക് ആ അറേയിൽ രണ്ടാമത്തെ എലമെൻറ്റ് വേണ്ട, 10 എന്നുള്ള എലമെൻറ്റ് വേണ്ട, ആദ്യത്തെ 5 വേണം, മൂന്നാമത്തെ 15 വേണം. ഓക്കെ, ഞാൻ 10 എന്നുള്ളത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഡിലീറ്റിൻ്റെ ഓപ്പറേഷൻ ഒന്നുമില്ല, ഒന്നുകിൽ 0 ആക്കുക അല്ലെങ്കിൽ ഗാർബേജ് വാല്യൂ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനെ മാച്ച് കളയാൻ നമുക്ക് നിർത്തിയില്ല അറേയുടെ കേസിൽ. ഓക്കെ, അപ്പോൾ ആ പൊസിഷൻ അവിടെ തന്നെ കിടക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ 10 എന്നുള്ള എലമെൻറ്റിനെ മാറ്റിയിട്ട് 10 എലമെൻറ്റ് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ 15 എന്നുള്ള എലമെൻറ്റ് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരണം. അപ്പോൾ 2 എലമെൻറ്റേ ഉള്ളൂ ആ കൂടി, 5 ഉണ്ട്, 10ഉം 15ഉം ഉണ്ടായിരുന്നു. 10നെ ഡിലീറ്റ് ചെയ്ത് പോകുമ്പോൾ 15 10ൻ്റെ പൊസിഷനിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ 15 എന്നുള്ള മൂന്നാമത്തെ സ്ഥാനം നമുക്ക് ഒഴിവാക്കിയിടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അറേയിലുള്ള എലമെൻസിൻ്റെ എണ്ണം വരും 2 മാത്രമാവും. ഓക്കെ, ആദ്യം 3 ആയിരുന്നു, ഇപ്പോൾ പിന്നീടത് 2 മാത്രമാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവാം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അങ്ങനെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറേയിൽ കൂടുതൽ എഫർട്ട് എടുക്കണം. കാരണം എന്താ, സാധാരണ രീതിയിൽ അറേയിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുക എന്നൊരു പരിപാടി ഇല്ല. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള എലമെൻറ്റ്സ് ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്നൊരു പരിപാടി ഓട്ടോമാറ്റിക്കായിട്ട് അറേയിൽ വരുന്നില്ല. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മൾ ഇടയിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള ആൾക്ക് ആ കളഞ്ഞതിൻ്റെ സ്ഥാനം കിട്ടും, മുകളിലേക്ക് കയറി വരും. ഇടയിൽ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ 5 10 15 ഉണ്ട്, എനിക്ക് മൂന്നാമത്തെ പൊസിഷനിൽ 15 അല്ല വേണ്ടത്, 20 വേണം എന്ന് പറയുകയാണെങ്കിൽ 15നെ നാലാമത്തെ പൊസിഷനിലേക്ക് ഇറക്കിയിട്ട് ആ മൂന്നാമത്തെ പൊസിഷനിൽ എനിക്ക് 20 വെക്കണം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എഫർട്ട് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അൽഗോരിതം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അറേ എന്നുള്ള നമുക്ക് ഡിഫോൾട്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ഡാറ്റാ സ്ട്രക്ചറിനെ നമ്മൾ മോഡിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ വേണം നമുക്ക് കാര്യങ്ങൾ കിട്ടാൻ. ഓക്കെ, അപ്പോൾ അറേയിൽ നമ്മൾ ഈ രീതിയിൽ ഇടയിലും കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു എക്സ്ട്രാ എഫർട്ട് വേണ്ട കാര്യമായതുകൊണ്ട് ലിസ്റ്റിൻ്റെ അറേ ഇംപ്ലിമെൻറ്റേഷൻ അത്ര അധികം ഉപയോഗിക്കാറില്ല. വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സാധാരണ പോകുന്നത് പോയിൻ്റർ ഉപയോഗിച്ചിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷനിലേക്കാണ്. അതിന് നമ്മൾ പറയുന്ന പോലെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, പലതരത്തിലുള്ള ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. സിംഗ്ലി അല്ലെങ്കിൽ ലീനിയർ ലിങ്ക് ലിസ്റ്റ്, ഡബിൾ ലിങ്ക് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് ലിസ്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് ഒരു ലീനിയർ ലിങ്ക് ലിസ്റ്റ് എന്നത് പ്രത്യേകമായിട്ട് പറയാൻ കാരണം. ഓക്കെ, ഇനി ലിസ്റ്റ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, പോയിൻ്റർ ഉപയോഗിച്ചിട്ടുള്ള ലിങ്ക് ലിസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഏതൊരു ഡാറ്റ സ്ട്രക്ചറിനെയും ഇനി പഠിക്കാൻ പോകുന്ന ഏതൊരു ഡാറ്റ സ്ട്രക്ചറിനെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അറേക്കാട്ടിലും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും. കാരണം അതിന് ഈ പറയുന്ന സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ്റെ ലിമിറ്റേഷൻസ് ഇല്ല. ഓക്കെ, ഡൈനാമിക്കിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട്. അത് എത്ര വേണമെങ്കിലും വലുതാവാം, എത്ര വേണമെങ്കിലും ചെറുതാവാം. ഈ പറയുന്നത് പോലെ വളരെയധികം മോഡിഫിക്കേഷൻസ് വരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു അറേ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അറേ എടുക്കുകയാണ്, അതിലൊരു 100 എലമെൻറ്റ് നമ്മൾ സേവ് ചെയ്യണം, അല്ലെങ്കിൽ 99 എലമെൻറ്റ്സ് 100 എലമെൻറ്റ്സ് നമുക്ക് സേവ് ചെയ്യാം. 99 എലമെൻറ്റ്സ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 100ാമത്തെ ഒരു എലമെൻറ്റ് സേവ് ചെയ്യണം. പക്ഷേ അതെനിക്ക് 100ാമത്തെ പൊസിഷനിലല്ല വേണ്ടത്, 1ാമത്തെ പൊസിഷനിലാണ്. എങ്കിലെന്ത് ചെയ്യണം, ഈ 99 പൊസിഷനിനെ 100 ആക്കണം, 100ലേക്ക് ഇടണം, 98നെ 99ലേക്ക് ഇടണം. അങ്ങനെ ഇട്ടിട്ട് 1നെ 2ലേക്ക് ഇട്ടിട്ട് വേണം ആ 1 എന്നുള്ള പൊസിഷനിൽ പുതിയ എലമെൻറ്റിനെ വയ്ക്കാൻ, 100ാമത്തെ എലമെൻറ്റിനെ വയ്ക്കാൻ. ഓക്കെ, അപ്പോൾ അത്രയും എഫർട്ടാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ അറേയുടെ സൈസിനനുസരിച്ചിരിക്കും നമ്മുടെ എഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അറേ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ഈ ഒരു കേസിൽ, ഇവിടെ ലിസ്റ്റിൻ്റെ കേസിൽ അത്ര ഒരു അപ്രീഷ്യബിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്രയും ബുദ്ധിമുട്ടാതെ, ഇതിപ്പോൾ അറേയുടെ സൈസിനനുസരിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 എലമെൻറ്റ് ഉള്ളെങ്കിൽ വളരെ എളുപ്പമാണ്. ആ കൂടി അതിൻ്റെ സൈസ് 2 അറേയുടെ സൈസെങ്കിൽ വളരെ എളുപ്പമാണ്. 10 ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായി, 20 ആണെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായി, 50 ആണെങ്കിൽ വളരെ നല്ലോണം ബുദ്ധിമുട്ടായി, 100 ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി. ഓക്കെ, കാരണം അത്രയും എലമെൻസിനെ നമുക്ക് മാറ്റേണ്ട ഒരാവശ്യം വരികയാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പൊസിഷൻ താഴേക്കും ഓരോ പൊസിഷൻ മുകളിലേക്കൊക്കെ, ഡിലീറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്കും ഇൻസേർട്ട് ചെയ്യുമ്പോൾ താഴേക്കൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ലിങ്ക് ലിസ്റ്റിനെ പറ്റിയാണ് പ്രധാനമായിട്ട് ഓർക്കാറ്. ഓക്കെ, an element of list must contain at least 2 fields. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലിങ്ക് ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ജസ്റ്റ് ഒരു
എൻ്റെ ഒരു ഫിഗർ പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ താഴെ ഈ നടുവിൽ കാണുന്ന ഈ ഒരു ഫിഗർ നമുക്ക് ഓർക്കാം. നമ്മുടെ ട്രെയിനിൽ ഓരോ ബോഗികൾ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെയുണ്ട് അല്ലേ. ഹെഡ് നമുക്ക് എൻജിൻ എന്ന് വേണമെങ്കിൽ കരുതാം. ഹെഡ് കഴിഞ്ഞാൽ ആദ്യത്തെ ബോഗി വരുന്നു, ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റ് വരുന്നു, അതിനിടയിലൊരു ലിങ്ക് ഉണ്ട് അല്ലേ. സാധാരണ നമുക്ക് ഫിസിക്കൽ ലിങ്ക് ഉണ്ട് ഇവിടെ നമ്മുടെ ട്രെയിനിൻ്റെ കേസിലാണെങ്കിൽ അല്ലേ. ഒരു വലിയൊരു സംഗതി കൊണ്ടിട്ട് ഒരു കൊളുത്തി ഫിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഓക്കെ, മെക്കാനിക്കലായിട്ടുള്ളൊരു കണക്ഷനാണത്. ഓക്കെ, പിന്നെ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റ് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റ് ഈ പറഞ്ഞ പോലെ ഒരു കണക്ഷൻ, രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ അങ്ങനെ അവസാനത്തത് വരെ ഉള്ളതിൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ അവസാനത്തെ ആ ബോക്സിൽ നിങ്ങൾക്ക് കാണാം ഒരു ഇൻഡു മാർക്ക് അല്ലേ. ട്രെയിനിൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏറ്റവും അവസാനത്തെ ബോക്സിലൊരു ഇൻഡു മാർക്ക്. പിന്നെ ഒരു ട്രെയിനായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ ഹെഡ് എന്ന് പറയുന്ന ആളെ എൻജിൻ എന്നാക്കി നമുക്ക് ഹെഡ് നമ്മൾ പറയുന്നത് മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എൻജിൻ എന്ന് പേര് കൊടുക്കാൻ ഒന്നുമില്ല. ഓക്കെ, പലരും പലതും കൊടുക്കാറുണ്ട്, പല പേരുകളും പറയാറുണ്ട്. ജനറലി നമ്മൾ പറയുന്ന പേര് ഹെഡ് എന്നാണ്. ഓക്കെ, ഹെഡ് അറ്റാച്ച് ടു ഫസ്റ്റ് വാല്യൂ എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് വാല്യൂ is connected with the second value is connected with the third and so on. Finally last will not have any connection with anyone. Its connection will be left blank, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കണക്ഷനാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക. നമുക്ക് എങ്ങനെയാണെന്ന് വഴിയെ കാണാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ലിങ്ക് ലിസ്റ്റ് പല ടൈപ്പ്: സിംഗിൾ ലിങ്ക് ലിസ്റ്റ്, ഡബ്ലി, സിംഗിൾ സർക്കുലർ, ഡബ്ലി സർക്കുലർ. ഓക്കെ, അങ്ങനെയൊക്കെ പല ടൈപ്പുകളുണ്ട്. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം ആപ്ലിക്കേഷൻസ് നമുക്ക് വേറെ ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ തന്നെ, ഗ്രാഫൊക്കെ പഠിക്കുമ്പോൾ തന്നെ അതിൽ വരെ ആപ്ലിക്കേഷൻസ് വരുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒന്നാണ് സ്റ്റാക്ക്. അതുപോലെ ക്യൂ, ഇതൊക്കെ അതിനും ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നൊരു ഓവർവ്യൂ എന്ന രീതിയിൽ മാത്രം പറഞ്ഞു പോവുകയാണ്. നമുക്ക് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടതുണ്ട്. ഓക്കെ, സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ഓർമ്മ വരേണ്ടത് മുകളിലായി അടുക്കി വെച്ച എന്തെങ്കിലും ഒരു സെറ്റിനെയാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഓർമ്മയിൽ വരികയാണെങ്കിൽ നമ്മൾ ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ കല്യാണങ്ങൾക്കോ അല്ല കല്യാണ ഓഡിറ്റോറിയം അല്ലെങ്കിൽ നമ്മൾ കോളേജ് ഓഡിറ്റോറിയം ഇവിടെ വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇരിക്കാൻ സീറ്റുകൾ വേണം. ഓക്കെ, നോർമലി ചെയർസ് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കാവില്ല, അത് മുകളിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, കുറേ സെറ്റുകൾ ഉണ്ടായിരിക്കാം അല്ലേ. ചിലത് കുറച്ച് ഉയരം കൂടുതലുണ്ടാവാം, ചിലത് ഉയരം കുറഞ്ഞതുണ്ടാവാം. മീൻസ് ഈ കളക്ഷൻ്റെ ഉയരമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മുകളിലേക്ക് വെച്ച ഒരു അറേഞ്ച്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന ആ ഓപ്പറേഷൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് അത് സ്റ്റാക്കാണോ ക്യൂ ആണോ വേറെ എന്താണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റാക്കിൽ അല്ലെങ്കിൽ മുകളിലേക്ക് വയ്ക്കുന്ന അറേഞ്ച്മെൻറ്റിൽ സാധാരണ നമ്മളിങ്ങനെ ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ചെയർ, ആദ്യം എടുക്കുന്ന ചെയർ ഏറ്റവും താഴെ വയ്ക്കും. അടുത്തെടുക്കുന്ന ചെയർ ഈ ചെയറിൻ്റെ മുകളിലാണ് വയ്ക്കുക. അല്ലാതെ പുതിയതായി രണ്ടാമതെടുത്ത ചെയറിനെ ചോട്ടിൽ വെച്ച് ആദ്യം ഓൾറെഡി എടുത്ത ചെയറിന് രണ്ടാമത്തതിൻ്റെ മുകളിലല്ല വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം എടുത്ത ചെയർ താഴെ വെച്ചു, അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ വെച്ചു, അതിൻ്റെ മുകളിൽ മൂന്നാമത്തെ വെച്ചു, അതിൻ്റെ മുകളിൽ നാലാമത്തെ വെച്ചു. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ വെക്കുന്നത്, അതായത് ഇൻസേർഷൻ അല്ലെങ്കിൽ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും മുകളിലാണ് അല്ലേ. ഓൾറെഡി ഇപ്പോൾ ഉള്ളതിൻ്റെ മുകളിലാണ്, ഇപ്പോൾ ഉള്ളതിൻ്റെ അടുത്ത പൊസിഷനിലാണ്, ഇപ്പോൾ അടുത്തുള്ളതിൻ്റെ അടുത്ത പൊസിഷനിലാണ്. ഇപ്പോൾ ഏറ്റവും മുകളിലുള്ള ആളുടെ തൊട്ടടുത്ത മുകളിൽ പൊസിഷനിലാണ് നമ്മൾ എപ്പോഴും പുതിയ ഇൻസേർഷൻസ്, പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളതിനെ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാക്കിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അപ്പോൾ നോർമലി നമുക്ക് പറയാം, സ്റ്റാക്കിൽ നോർമലി ഹോമോജീനിയസ് ആയിട്ടുള്ള വാല്യൂസാണ് ഉണ്ടായിരിക്കുക എന്ന് വളരെ നിസ്സംശയം നമുക്ക് പറയാം. കാരണം നമ്മുടെ കസേരകൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനിടയിൽ വേറെ കാര്യങ്ങൾ വയ്ക്കാറില്ല അല്ലേ. കസേരകളാണെങ്കിൽ കസേരകൾ മാത്രമാണ് അതിന് മുകളിൽ ഉണ്ടാവുക. പലപ്പോഴും കസേരകളുടെ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അതിൻ്റെ അളവുകൾ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ മുകളിൽ വയ്ക്കാൻ പറ്റില്ല. ഒരേ ഡിസൈനിലുള്ള ചെയർസിനെ മാത്രമേ നമുക്ക് ഒരു റാക്കായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാക്കായിട്ട് അല്ലെങ്കിൽ ഒരു കളക്ഷനായിട്ട് നമുക്ക് വയ്ക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെയധികം ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു കളക്ഷനാണ്
സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുകളിൽ അറേഞ്ച് ചെയ്യുന്ന മുകളിൽ എൻട്രീസ് വരുന്നതിനെയാണ് നമ്മൾ വരുന്നു. ഓക്കെ, പ്ലസ് അതേപോലെ അതൊന്ന് എടുക്കുന്നത് എങ്ങനെയാണ്, റിട്രീവൽ അല്ലെങ്കിൽ ഡിലീഷൻ എങ്ങനെയാണ്? നമ്മൾ ചെയർ എടുക്കുമ്പോൾ ഏറ്റവും അടിയിലത്തെ ചെയറാണോ ആദ്യം എടുക്കുക? അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. മുകളിൽ 10 ചെയർ ഉണ്ടെങ്കിൽ ആ 10 ചെയറിൻ്റെയും ഭാരം നമ്മൾ താങ്ങണം, എന്നിട്ട് വേണം താഴത്തെടുക്കാൻ. ഓക്കെ, വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുക, നമ്മൾ മുകളിൽ നിന്ന് പോസിബിളി നമ്മൾ മുകളിൽ നിന്ന് തന്നെയാണ് എടുക്കുക. ഓക്കെ, നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് മുകളിൽ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ഗുണകരം. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യത്തെ ചെയറിന് ഏറ്റവും അടിയിലിരിക്കുന്ന ചെയറിന് വേണം നിർബന്ധമില്ല, എല്ലാത്തിനും ഒരേ ഗുണമാണെങ്കിൽ. ഓക്കെ, പൊട്ടിയതും പൊളിഞ്ഞതിൻ്റെ കാര്യമല്ല പറയുന്നത്, എല്ലാം ഒരേ ഗുണത്തിലുള്ളത്. നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ ഡേറ്റയ്ക്ക് അങ്ങനെ നല്ലത് ചെയ്താൽ നമ്മൾ സാധാരണ ചെയ്തോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഡിഫക്റ്റ് സംഭവിക്കാം. പക്ഷെ നമ്മുടെ ഡേറ്റയ്ക്ക് ഒരു ഡിഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മുകളിലാണ് വെക്കുന്നത്, അതേപോലെ മുകളിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസേർഷനും ഡിലീഷനും അല്ലെങ്കിൽ ആക്സസ് സംഭവിക്കുന്നത് ടോപ്പിൽ മാത്രമാണ്, മുകളിൽ മാത്രമാണ്, മുകൾ ഭാഗത്ത് മാത്രമാണ് എല്ലാ ആക്സസും. ആ ഏത് ഡേറ്റ വയ്ക്കാനും മുകളിൽ എടുക്കുമ്പോഴും മുകളിൽ നിന്ന്. ഓക്കെ, ആ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് ഫോം ഉപയോഗിക്കാറുണ്ട്, ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്, അതും പറയാം. ഫിലോ എന്നും പറയാം, അല്ലെങ്കിൽ ലിഫോ എന്നും നമുക്ക് പറയാം. ഓക്കെ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ആദ്യം പോകുന്ന ആൾ അവസാനം വരും, അല്ലെങ്കിൽ ആദ്യം വരുന്ന ആൾ അവസാനം വരുന്ന ആൾ ആദ്യം പോകും. ഓക്കെ, it could be through of just like a stack of plates എന്നുള്ള പ്ലേറ്റോ അല്ലെങ്കിൽ ചെയറോ എന്തായാലും അതന്നെ. ഇറ്റ്സ് എ നോൺ പ്രിമിറ്റീവ്. ഓക്കെ, നോൺ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട, ലീനിയർ നോൺ ലീനിയർ എന്നുള്ള ആ ഡിവിഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, when an element is inserted into a stack or removed from stack, its base remains fixed. മുകളിലാണ് വയ്ക്കുന്നത്. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ പുഷ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഇൻസേർഷൻ. ഓക്കെ, പോപ്പ് എന്ന് പറയുന്നത് ഡിലീഷൻ. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റാക്കിലാണ് നമ്മൾ ഈ പുഷും പോപ്പും എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാറ്. ബാക്കി പലതിനും പല പേരുകൾ പറയും, ജനറൽ ഇൻസേർഷൻ, ഡിലീഷൻ എന്ന് മാത്രം പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ലിസ്റ്റിന് 2 ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാക്കിന് നമുക്ക് 2 ഇംപ്ലിമെൻറ്റേഷൻ പറയാം. ഓക്കെ, അത് തന്നെയാണ് അറേയും പോയിൻ്ററും ഉപയോഗിച്ചിട്ട്. ഒന്ന് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്, മറ്റേത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ്. ഓക്കെ, രണ്ടിനും അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. അപ്പോൾ ലിസ്റ്റിൻ്റെ അത്രയും ഇപ്പോൾ ലിസ്റ്റിന് നമ്മൾ പറഞ്ഞു അറേ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇടയിലൊരു എലമെൻറ്റിനെ കേട്ടണമെങ്കിൽ അതിന് താഴെയുള്ളവരൊക്കെ ഓരോ പൊസിഷൻ മാറ്റണം, എന്നിട്ട് വേണം അതിനവിടെ സ്ഥലം ഉണ്ടാക്കാൻ. ഓക്കെ, എന്നാൽ നമ്മൾ സ്റ്റാക്കിൽ ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, കാരണം മുകളിൽ മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഓക്കെ, അതുപോലെ മുകളിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് വേണ്ട. ഓക്കെ, മുകളിൽ തന്നെ വയ്ക്കുക, മുകളിൽ നിന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ മുകളിൽ വെക്കുകയാണെങ്കിൽ വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട. പുതിയൊരു എലമെൻറ്റിനെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള മുകളിലത്തെ പൊസിഷനിൽ, ഏറ്റവും അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചാൽ മതി. എടുക്കുമ്പോഴും അങ്ങനെ തന്നെ മുകളിൽ നിന്ന് എടുക്കുന്നു, താഴെയുള്ള ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, വേറെ ആർക്കും ഡിസ്റ്റർബൻസ് വരുന്നില്ല. അതുകൊണ്ട് അറേ ഇംപ്ലിമെൻറ്റേഷൻ ഒരു ബുദ്ധിമുട്ടേ അല്ല നമ്മുടെ സ്റ്റാക്കിൽ. അതുകൊണ്ട് അറേ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്നാൽ എല്ലാ കേസിലും അറേ ആയിരിക്കില്ല നല്ല ബെസ്റ്റ് പെർഫോമൻസ് തരിക. ഓക്കെ, പോയിൻ്റർ ഇംപ്ലിമെൻറ്റേഷൻ തരാം, നല്ലൊരു പെർഫോമൻസ് തരാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പോയിൻ്റർ ഇംപ്ലിമെൻറ്റേഷൻ എടുക്കുക എന്ന് മാത്രം. ഓക്കെ, രണ്ടാമത്തത് പോയിൻ്റർ ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, അതേപോലെ അടുത്ത ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ക്യൂ എന്ന് പറയുന്നത്. ഇതൊക്കെ ലീനിയർ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറുകൾ. പ്രൈമറിലി അറേ ഉണ്ട് നമുക്ക്. ഓക്കെ, ഇനി അറേ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്ന് നമ്മൾ കണ്ടു, ലിസ്റ്റിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അറേ ഉപയോഗിച്ച് ചെയ്യാൻ. പക്ഷേ പോയിൻ്റർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, എഫിഷ്യൻ്റായിട്ട് ചെയ്യാം, ഈസി അല്ല എഫിഷ്യൻ്റായിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് സ്റ്റാക്കിൽ രണ്ടും പറ്റും, അറേയും പറ്റും, ലിങ്ക് ലിസ്റ്റും പറ്റും. രണ്ടിനും അതിൻ്റെ ഗുണവും ദോഷമുണ്ട്. ഓക്കെ, അടുത്തതാണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ നമുക്ക് സാധാരണ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ക്യൂവിൽ നമ്മൾ നിന്നിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് സിനിമയിൽ ടിക്കറ്റ് എടുക്കുന്ന ക്യൂവിലെങ്കിലും നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം, അതിൽ സ്റ്റാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അതായത് വരുന്ന ആൾക്കാർ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ടോപ്പ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മുകളിൽ എന്നുള്ള അർത്ഥം നമുക്ക് വേണമെങ്കിൽ പറയാം. ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല, അല്ലേ. കമ്പനിയുടെ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ MD അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്ന
ആൾ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആൾ നല്ല അർത്ഥം. ഓക്കെ, ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആൾ, എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആൾ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്യൂവിൽ എപ്പോഴും അവസാനം വരുന്ന ആൾക്ക് അവസാന പ്രയോറിറ്റി മാത്രമേ ഉള്ളൂ, ആദ്യത്തെ പ്രയോറിറ്റി ഇല്ല. എന്നാൽ സ്റ്റാക്കിൽ അങ്ങനെയല്ല, അവസാനം വരുന്ന ആൾക്കാണ് ആദ്യത്തെ പ്രയോറിറ്റി. അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂവിൽ നേരെ തിരിച്ചാണ്, ലാസ്റ്റ് വരുന്ന ആൾക്ക് ലാസ്റ്റ് തന്നെ പ്രയോറിറ്റി. അപ്പോൾ ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയാം. ഈ രണ്ടും ഒന്നാണ്. നമ്മുടെ ക്യൂവിൻ്റെ കേസിൽ നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോ അല്ലെങ്കിൽ ലിലോ എന്ന് പറയാം, ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ഓക്കെ, ഫിഫോ എന്നുള്ള വാക്കാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. മറ്റേതിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് സാധാരണ പറയാറ്. ലിഫോ, ഫിഫോ എന്നുള്ള രണ്ട് വാക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കാറ്. മറ്റേ രണ്ട് വാക്കുകളും അതിന് സ്യൂട്ടബിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്യൂവിൽ ഈ പറയുന്ന പോലെ സ്റ്റാക്കായുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ രണ്ട് സൈഡ് ഉണ്ടായിരിക്കും, ഫ്രണ്ട് സൈഡും ഉണ്ട്, ബാക്ക് സൈഡും ഉണ്ട് അല്ലേ. നമ്മൾ വന്ന് നിൽക്കുന്നതെല്ലാം ബാക്ക് സൈഡിലാണ്. സ്റ്റാക്കിലെ പോലെ തന്നെ ബാക്കിലാണ്, അല്ലെങ്കിൽ മുകളിലാണ്, ടോപ്പിലാണ്. ടോപ്പ് എന്നുള്ളതുകൊണ്ട് ആ പൊസിഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, മീൻസ് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് സർവീസ് കിട്ടുന്ന ഇവിടുന്ന് മുന്നിലുള്ള ആൾക്കാണ് ആദ്യത്തെ സർവീസ് കിട്ടുക. ഓക്കെ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വന്ന ആളായിരിക്കും പുറത്തേക്ക് ആദ്യം പോകുന്നത്. രണ്ടാമത് വന്ന ആളായിരിക്കും രണ്ടാമത് പോകുന്നത്. മൂന്നാമത് വന്ന ആളായിരിക്കും മൂന്നാമത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, each new person comes and stand at the end of the row, and person getting the reservation confirmed get out of the row from the ഫ്രണ്ട് എൻഡ്. ഓക്കെ, മുന്നിൽ നിന്ന് സർവീസ് കിട്ടുന്നു, പിന്നെ വരുന്നു, ബാക്കിൽ നിൽക്കുന്നു. ഓക്കെ, അതിൽ നമുക്ക് അറേയും പോയിൻ്ററും ഉപയോഗിച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ നടത്താം. ഇതിലും ഈ പറഞ്ഞതുപോലെ ലിസ്റ്റിൽ അറേ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ക്യൂവിലും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്യൂവിലും നമുക്ക് അറേ ഇംപ്ലിമെൻറ്റേഷൻ ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ ട്രീ എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സ്റ്റാക്ക്, ക്യൂ എന്നുള്ള രണ്ട്, അതുപോലെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളോട് കൂടിയിട്ട് ലീനിയർ ലിങ്ക് ലിസ്റ്റ് കഴിയുകയാണ്. അടുത്ത നോൺ ലീനിയർ ആയിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞു ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആക്സിസിൽ, എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ സീക്വൻഷ്യലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ സിംഗിൾ ലൈനിൽ പറ്റുന്നതല്ല, അതൊരു പ്ലെയിനിൽ അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് മുകളിലേക്കും താഴേക്കും വരും, അതുപോലെ സൈഡിലേക്കും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, എക്സും വൈയും ആക്സിസ് ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രമാണ് നമ്മൾ ട്രീയിലും ഗ്രാഫിലെല്ലാം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രീ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഡാറ്റ ഐറ്റംസ്. ഓക്കെ, tree is a non-linear type of data structure in which data items are arranged or sorted in a sorted sequence. നമുക്ക് ഓരോ ട്രീക്കും ഗ്രാഫിനൊക്കെ ഓരോ അപ്ലിക്കേഷൻസ് ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ട്രീ റെപ്രസെൻറ്റ് ദി ഹയറാർക്കിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് എലമെൻറ്റ്സ്. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, ഹയറാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ C++ൽ പഠിക്കുകയുണ്ടായി, ഇൻഹെറിറ്റൻസ് എന്നുള്ള കാര്യം അല്ലേ, പാരൻ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഓൾറെഡി കാണുന്നുണ്ടായി അല്ലേ, അവിടെയും ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് നമ്മൾ കാണുന്നുണ്ടായി. ഓക്കെ, ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു, ഒരു പാരൻറ്റിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ചിൽഡ്രൻ അല്ലേ. ഓക്കെ, മറ്റൊരു മുകളിലൊരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ നിന്ന് താഴെയുള്ള ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ ഇൻഹെറിറ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വരികയാണെങ്കിൽ, അപ്പോൾ അങ്ങനെ തന്നെ വരണമെന്നില്ല. അപ്പോൾ നമ്മളതിൽ ആ ഇൻഹെറിറ്റൻസിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ അവസാനത്തെ ഹൈബ്രിഡും അതുപോലെ മൾട്ടിപ്പിളും ഒഴികെയുള്ള, മൾട്ടിപ്പിളും ചില സമയത്ത് മാത്രം, പക്ഷേ റെയർലി മാത്രം, അതൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാത്തിലും ഇപ്പോൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന ആ ഡയഗ്രത്തിന് നമുക്ക് ട്രീ എന്ന് പറയാം. ഓക്കെ, കാരണം പാരൻ്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ്, അത്രയും മതി. ഓക്കെ, മൾട്ടി ലെവൽ, എന്ന് ബിയിൽ നിന്ന് സി. ഓക്കെ, അത് ട്രീ ആണ്. ഓക്കെ, ഹയറാർക്കിക്കൽ അത് ട്രീ ആണ്. ഓക്കെ, പിന്നെ നോർമലി നമ്മുടെ മൾട്ടിപ്പിൾ നമ്മുടെ ട്രീയിൽ സാധാരണ വരാറില്ല, അതുപോലെ ഹൈബ്രിഡും വരാറില്ല. ഹൈബ്രിഡിനെ നമുക്ക് ട്രീ എന്ന് പറയാൻ പറ്റില്ല. മൾട്ടിപ്പിളിനെയും അതേപോലെ
ഹൈബ്രിഡിനെയും വേണമെങ്കിൽ നമുക്ക് ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ട്രീ എന്നുള്ളതിൽ വരുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസ് വരാം, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് വരാം, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് വരാം. അതിൽ കാണിക്കുന്ന ആ ഡയഗ്രാംസൊക്കെ നമുക്ക് ട്രീ എന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, മൾട്ടിപ്പിളും അതേപോലെ ഹൈബ്രിഡിനെയും നമുക്ക് ഗ്രാഫ് എന്നുള്ള അടുത്ത ഒരു ഡേറ്റ സ്ട്രക്ചറിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രീ ഈ രീതിയിൽ ഹൈറാർക്കിക്കലായിട്ടുള്ള പാരൻറ്റ് ചൈൽഡ് എന്നുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഓക്കെ, ഇൻ ട്രീസ് ദർ ഇസ് എ സ്പെഷ്യൽ ഡാറ്റ ഐറ്റം അറ്റ് ദ ടോപ്പ് ഓഫ് ദി ഹൈറാർക്കി കോൾഡ് റൂട്ട്. ഏറ്റവും മുകളിലുള്ള ആളെ നമ്മൾ റൂട്ട് എന്നാണ് പറയുക. ഈ ഡയഗ്രത്തിൽ കാണാം എ എന്നുള്ളത് റൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും കൺവെൻഷനായിട്ട് ട്രീ, സാധാരണ ഒരു മരം എങ്ങനെയാണ് ഉണ്ടാവുക? താഴെയാണ് ട്രീ മീൻസ് റൂട്ട് ഉണ്ടാവുക, മുകളിലാണ് എന്തുണ്ടാവുക? ലീഫ് ഉണ്ടാവുക. സാധാരണ ഏതൊരു മരം എടുത്താലും ഏതൊരു ചെടി എടുത്താലും അങ്ങനെ ഉണ്ടാവുക. താഴെ റൂട്ട് ഉണ്ടാവും, മുകളിൽ ലീഫ് ഉണ്ടാവും. ഇത് നേരെ ആ മരത്തിനെ തിരിച്ചു വെച്ചാൽ എങ്ങനെയാണ്? ആ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. റൂട്ട് മുകളിലും ഉണ്ടായിരിക്കും, ലീഫൊക്കെ താഴെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു ട്രീനെ തലതിരിച്ച് വെച്ചാൽ എന്താണ്? അതാണ് നമ്മുടെ ട്രീ എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ മുകളിലുള്ള ആ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആ ഒന്നിനെ നമ്മളെന്ത് പറയും? റൂട്ട് എന്ന് പറയും. അപ്പോൾ ഏതൊരു ട്രീയിലും ഒറ്റൊരു നോഡിലാണ് തുടങ്ങുക. ഒറ്റൊരു നോഡായിരിക്കും റൂട്ടായിട്ടുണ്ടായിരിക്കുക. ഒന്നിൽ കൂടുതൽ റൂട്ടുകളില്ല, ഒറ്റ റൂട്ടേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഒന്നിൽ കൂടുതൽ ലീഫുകൾ, താഴെ കുറേ എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, okay, the remaining data items are partitioned into number of mutually exclusive subset, each of which is itself a tree, which is called a subtree. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ട്രീനെ പറ്റിയിട്ട് കൂടുതൽ പറയാം. ഒരു ട്രീ, അതിൻ്റെ ഒരു ഭാഗത്തിന് നമുക്കൊരു സബ് ട്രീ എന്ന് പറയാം. ഓക്കെ, ദ ട്രീ ഓൾവേസ് ഗ്രോസ് ഇൻ ലെങ്ത്ത്. താഴേക്കാണ് നമുക്ക് എലമെൻറ്റ്സ് എപ്പോഴും ആഡ് ചെയ്ത് പോകാനുണ്ടായിരിക്കുക. പല രീതിയിൽ നമുക്ക് ചെയ്യാം. പലതരത്തിലുള്ള ട്രീസ് വരുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ റൂട്ട് തന്നെ മാറ്റേണ്ട അവസ്ഥ വരാം. ബൈനറി സെർച്ച് ട്രീ പോലെയുള്ള ട്രീസൊക്കെ വരുമ്പോൾ നമുക്ക് പല രീതിയിലും ചെയ്യേണ്ടി വരാം. ട്രീ സ്ട്രക്ചർ ഓർഗനൈസസ് ദ ഡേറ്റ ഇൻ ടു ബ്രാഞ്ചസ് റിലേറ്റഡ് ഇൻഫർമേഷൻ. അടുത്തതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫ് ഈസ് എ മാത്തമാറ്റിക്കൽ ഓർ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ capable of representing many kind of physical structures. നമ്മൾ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അല്ലേ, അങ്ങനെ വരാം. ഓക്കെ, ഒന്നിൽ കൂടുതൽ വാല്യൂസിൽ നിന്ന് ഡേറ്റ അല്ലെങ്കിൽ നോഡുകൾ ഒരു നോഡിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവാം, ഹൈബ്രിഡ് ആവാം. ഓക്കെ, അപ്പോൾ ട്രീൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ. ഓക്കെ, ട്രീയിൽ ഈ പറയുന്ന പോലെ കൃത്യമായൊരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലാണ് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടി ലെവൽ അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിൻ്റെ ഡയഗ്രാംസ് എങ്ങനെയാണ് വരുന്നത്, ആ രീതിയിലാണ് നമ്മളൊരു ട്രീ വരിക. ഓക്കെ, എന്നാൽ നമ്മുടെ ഗ്രാഫിൽ മൾട്ടിപ്പിളും അതേപോലെ ഹൈബ്രിഡും വരുന്ന രീതിയിൽ അതെങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്, ആ രീതിയിലാണ് നമ്മുടെ ഗ്രാഫുകൾ വരിക. ഓക്കെ, നമുക്ക് ട്രീയും ഗ്രാഫും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എവറി ട്രീ ഈസ് എ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, ഗ്രാഫിന് അങ്ങനെ ലിമിറ്റേഷൻ ഇല്ല. ട്രീ പോലെ ആവാൻ പാടില്ല, സിംഗിൾ ഇൻഹെറിറ്റൻസ് പോലെ ആവാൻ പാടില്ല, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് പോലെ ആവാൻ പാടില്ല, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് പോലെ ആവാൻ പാടില്ല എന്നൊന്നും നിർബന്ധമില്ല. ഗ്രാഫിന് എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ഇനി ഓൾ ട്രീസ് എന്ന് പറയാം. ഓൾ ട്രീസ് ആർ ഗ്രാഫ് എന്ന് പറയാം. തിരിച്ച് എവരി ഗ്രാഫ് ഇസ് എ ട്രീ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ചില ഗ്രാഫുകൾ മാത്രമേ ട്രീ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള 5 ഇൻഹെറിറ്റൻസിൻ്റെ ഡയഗ്രവും ഗ്രാഫിന് ഓക്കെയാണ്. അതെല്ലാം ഗ്രാഫിന് എക്സാമ്പിളാണ്. ഓക്കെ, യുണീക്കായിട്ട് പറയുകയാണെങ്കിൽ ഗ്രാഫ് മൾട്ടിപ്പിളും അതേപോലെ ഹൈബ്രിഡും വരുന്നത് ഗ്രാഫ്. ട്രീയും ഗ്രാഫ് നമ്മൾ വ്യത്യാസം പറയുന്നത് കേട്ടോ. ആദ്യത്തെ 3 സിംഗിൾ, മൾട്ടി ലെവൽ അതേപോലെ ഹൈറാർക്കിക്കൽ എന്നുള്ളത് ട്രീ ആണ്. എന്നാൽ മൾട്ടിപ്പിളും ഹൈബ്രിഡ് ഒരിക്കലും ട്രീ ആവില്ല. പക്ഷേ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ 5 ഡയഗ്രാം ആവാം, എസ്പെഷ്യലി 4ഉം 5ഉം, അതായത് മൾട്ടിപ്പിളും ഹൈബ്രിഡും. ഓക്കെ, ഇറ്റ് ഹാസ് ഓൺ ആപ്ലിക്കേഷൻ ഇൻ ജിയോഗ്രഫി, കെമിസ്ട്രി, എഞ്ചിനീയറിംഗ് സയൻസസ്. ഈവൻ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ വരെ നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, കാരണം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള ദൂരം അല്ലെങ്കിൽ സമയമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സമയം കണ്ടുപിടിക്കുമ്പോൾ ഇടയിലെ കുറേ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ അവർ നമ്മളെ കണക്ട് ചെയ്തിട്ടാണ് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിലെത്തുന്ന റൂട്ടുകളൊക്കെ കണ്ടുപിടിച്ച് തരുന്നത്. ഓക്കെ, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുമ്പോൾ ഇടയിൽ കുറേ വഴികളുണ്ട്. അപ്പോൾ ഉടനെ ആദ്യം തന്നെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ദൂരം അറിഞ്ഞോളന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ വഴികളിലൂടെ
നമുക്ക് പാലക്കാട് നിന്ന് ആദ്യം ചിലപ്പോൾ പത്തിരിപ്പാല വരെയുള്ള ദൂരം അറിയായിരിക്കാം, പത്തിരിപ്പാലയിൽ നിന്ന് ഒറ്റപ്പാലം വരെയുള്ള ദൂരം അറിയായിരിക്കാം. അപ്പോൾ പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് പത്തിരിപ്പാലയ്ക്കുള്ള ദൂരം പ്ലസ് പത്തിരിപ്പാലയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള ദൂരം എന്നൊക്കെ രീതിയിൽ നമുക്ക് കാണാം. ഓക്കെ, ഡീറ്റെയിലായിട്ട് കാണാം. അപ്പോൾ ആ പല രീതിയിൽ അങ്ങനെയൊക്കെയാണ് വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഗ്രാഫ് ജി ഓഫ് വി ഇ മാത്രം. വി എന്ന് പറഞ്ഞാൽ വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ ഓരോ നോഡ്, ഓരോ വാല്യൂസ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ പാലക്കാട് ഒരു വെർട്ടെക്സായി കാണാം, പത്തിരിപ്പാല അനദർ വെർട്ടെക്സായി കാണാം, ഒറ്റപ്പാലം അടുത്ത വെർട്ടെക്സായി കാണാം, കുളപ്പുള്ളി അടുത്ത വെർട്ടെക്സായി കാണാം, ഷൊർണൂർ വേറെ വെർട്ടെക്സായി കാണാം, വടക്കാഞ്ചേരി വേറെ വെർട്ടെക്സായി കാണാം, തൃശ്ശൂർ അവസാനിക്കുന്ന വെർട്ടെക്സായി കാണാം. ഓക്കെ, എഡ്ജ് ഇ എന്ന് പറഞ്ഞാൽ എഡ്ജാണ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നത്, വെർട്ടീസസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിസ്റ്റൻസ്, കുറഞ്ഞ ഡിസ്റ്റൻസാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ ആ എഡ്ജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസാണ് അല്ലേ. പാലക്കാട് നിന്ന് പത്തിരിപ്പാലയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്, പത്തിരിപ്പാലയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് എത്രയുണ്ട്, അവിടെ നിന്ന് കുളപ്പുള്ളി, ഷൊർണൂർ, വടക്കാഞ്ചേരി, തൃശ്ശൂർ, ഓക്കെ, അങ്ങനെയൊക്കെ എത്ര ദൂരമുണ്ട്. അല്ലാതെ നമ്മൾ സമയം കണക്കാക്കുന്നതെങ്കിൽ പാലക്കാട് നിന്ന് പത്തിരിപ്പാലയ്ക്കുള്ള സമയം എത്രയാണ്, അതാണ് ആ എഡ്ജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, an edge connects a pair of vertices and many have weights such as length, cost and another measuring instruments for recording the graph. നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മാറും. ഓക്കെ, വാല്യൂ ഏതാണ് നമ്മൾ എടുക്കുന്നത്, ലെങ്ത് ആണോ, കോസ്റ്റ് ആണോ, ടൈമാണോ. Vertices on the graph are shown as points or circles and edges are drawn as arcs or line segment. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാഫിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇതിലിപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസോ ഹൈബ്രിഡോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സിംഗിൾ ഇൻഹെറിറ്റൻസും ആവാം. ഓക്കെ, നമ്മൾ സാധാരണ ഗ്രാഫിനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറായിട്ടാണ് വരയ്ക്കുക. പക്ഷേ ഒറ്റ നോഡ് വരച്ചാലും അത് ഗ്രാഫായി മാറും. ഒരു വെർട്ടെക്സ് മാത്രമുള്ള എഡ്ജസ് ഒന്നും ഇല്ലാതെ ഗ്രാഫായി മാറും. ഓക്കെ, ഇത്രയും ടൈപ്സ് ഗ്രാഫ് ഉണ്ട്. ഡയറക്റ്റഡ് എന്ന് പറഞ്ഞാൽ എഡ്ജസിൽ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അല്ലേ. നമ്മൾ നേരത്തെ ഇതിലൊക്കെ കാണുകയാണെങ്കിൽ V1 to V2 ആദ്യത്തെ എ എന്നുള്ള ഫിഗർ നോക്കുകയാണെങ്കിൽ V1 to V2 ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, V2 to V1 ഇല്ല. ഓക്കെ, അൺഡയറക്റ്റഡ് ഗ്രാഫ്. രണ്ടാമത്തത് അൺഡയറക്റ്റഡ് ഗ്രാഫാണ് എഴുതിയിട്ടുണ്ട്. ഡയറക്റ്റഡ് ആൻഡ് വെയ്റ്റഡ് ഗ്രാഫ്, അൺഡയറക്റ്റഡ് ഗ്രാഫ്. മൂന്നാമത്തെ സിമ്പിൾ ഗ്രാഫ്. ഓക്കെ, വെയ്റ്റഡ് ഗ്രാഫ്. അപ്പോൾ ഈ എഡ്ജസിൽ വാല്യൂസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെയ്റ്റഡ് ആയി. കണക്റ്റഡ് ഗ്രാഫ് അത്രയും ഇതിലേക്ക് പോകണ്ട. നോൺ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടീസസും ഏതെങ്കിലും രീതിയിൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. നോൺ കണക്റ്റഡ് ഗ്രാഫ്. എഞ്ചിനീയറിംഗ് പോകുമ്പോൾ നിങ്ങൾ ഗ്രാഫ് തിയറി എന്നൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. അവിടെയാണ് ഇത് കൂടുതൽ നിങ്ങൾക്ക് ഈ ടൈപ്സ് ഓഫ് കണക്റ്റഡ്, നോൺ കണക്റ്റഡ്, ഓക്കെ, അതായത് അതിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാനുള്ളത് അവിടെയാണ്. ഓക്കെ, തൽക്കാലം കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്കിത് V1, ഇപ്പോൾ രണ്ടാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ V1, V2, V3, V4 ഉണ്ട്. ഇനി ഒരു V5 എന്നായിട്ട് ആരും കണക്ഷൻ ഇല്ലാണ്ട് വേറെ ആളും കൂടി അവിടെ ഉണ്ട്. ഓക്കെ, നടുവിലുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ പുറത്തുണ്ടെന്നോ എന്തെങ്കിലും വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതൊരു നോൺ കണക്റ്റഡ് ഗ്രാഫാണ്. കാരണം V5 തന്നെ ആരുമായിട്ടും കണക്ഷൻ ഇല്ല, പക്ഷേ അയാൾ ഈ ഗ്രാഫിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നോൺ കണക്റ്റഡ് എന്ന് പറയും. അല്ല, എല്ലാവരും കണക്റ്റഡ് ആണെങ്കിൽ കണക്റ്റഡ് ഗ്രാഫ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ ജസ്റ്റ് എല്ലാ ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് പരിചയപ്പെടുക എന്ന രീതിയിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ആദ്യത്തെ മോഡ്യൂളിൻ്റെ കണ്ടൻറ്റ് ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ശരി, ബൈ.